ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति ശാന്തി. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മവിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും പ്രത്യേകതയും അവർ നമുക്ക് തരുന്ന ലോകത്തിന് കൊടുക്കുന്ന സന്ദേശത്തെക്കുറിച്ചുമായിരുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് 28 കെട്ടിനെ കുറിച്ചാണ്. എന്തിനാണ് 28 കെട്ടുന്നത്? നമ്മളെല്ലാവരും 28 നമ്മുടെ ചെറുപ്പത്തിൽ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ 28 കെട്ടാറുണ്ട്. എന്തിനാണ് 28 കെട്ടുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു മറുപടി പറയാൻ നമുക്കുണ്ടാവില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിന് പറയുന്നു നൂലുകെട്ട് എന്നാണ്. കാരണം നൂലാണ് കെട്ടുന്നത്, 28 കെട്ടുന്നില്ല. അതിൻ്റെ വിധിപ്രകാരം ആ ചടങ്ങ് നടക്കുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ 28 കെട്ടിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തണം. ഈ സന്ദേശം പരമാവധി എല്ലാ ഹിന്ദു വിശ്വാസികളിലും എത്തിക്കുകയും ചെയ്യണം. 28 കെട്ട് നമുക്കറിയാം. നമുക്ക് 27 നക്ഷത്രങ്ങളാണുള്ളത്, അശ്വതി മുതൽ രേവതി വരെ. പൊതുവെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കൂടാതെ ഒരു നക്ഷത്രം കൂടിയുണ്ട് എന്ന് നമ്മൾ എത്ര പേർക്കറിയാം? ആ നക്ഷത്രത്തിൻ്റെ പേരാണ് അഭിജിത്ത്. അഭിജിത്തിന് രാശിമണ്ഡലത്തിൽ 2.25 നാഴിക ബലമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ പട്ടികയിൽപ്പെടുത്താത്തത്. പക്ഷേ 28 കെട്ടുമ്പോൾ അഭിജിത്തിനെ കൂടെ കൂട്ടും. അങ്ങനെയാണ് 28 കണക്ക് വരുന്നത്. നമുക്കറിയാം, ചിലർ 27-ന് 28 കെട്ടും, ചിലർ 28-ന് 28 കെട്ടും, ചിലർ 29-ന് 28 കെട്ടുന്നവരുണ്ട്, ചിലർ 36-ന് 56-ന് ഒക്കെ 28 കെട്ടുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ 28 കെട്ടിൻ്റെ രഹസ്യം നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ വിധിപ്രകാരം ആ ചടങ്ങ് എങ്ങനെ നിർവഹിക്കണം എന്ന് നമുക്കറിയൂ. യഥാർത്ഥത്തിൽ 28 കെട്ടും ആ കുട്ടിയുടെ ആ അവസാനത്തെ വളർന്ന് പ്രായപൂർത്തിയായി വാർദ്ധക്യകാലത്ത് ഒടുവിൽ അന്ത്യേഷ്ടി കർമ്മം വരെ ഈ ചടങ്ങുമായി ബന്ധമുണ്ട് എന്നറിയുന്ന എത്ര പേരുണ്ട്? ഞാൻ സൂചിപ്പിച്ചത് 28 കെട്ടിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ അറിയുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇത് ഈ 28 കെട്ടിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ കൽപ്പിക്കപ്പെട്ട പിതൃലോകമാണ് ചന്ദ്രലോകം എന്നെല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടെ ഉത്തരായനം ദക്ഷിണായനം 2 അയനങ്ങൾ നമുക്കുണ്ട്. ഇതിൽ ദക്ഷിണായനത്തിൽ മരിക്കുന്ന ഒരു ജീവൻ പിതൃലോകം വരെ, അതായത് ചന്ദ്രലോകം വരെ എത്താനേ സാധിക്കൂ. ഈ ചന്ദ്രലോകത്തിൽ എത്തുന്ന ജീവനാണ് ഇവിടെ ഭൂമിയിൽ ധാന്യങ്ങളിൽ മഴയോടൊപ്പം ചേർന്ന് ധാന്യങ്ങളിൽ കലർന്ന് ഓരോ ജീവൻ്റെ ഭാഗമായി തീരുന്നത് എന്നൊക്കെ നമ്മൾ ഭഗവത്ഗീത അതുപോലെയുള്ള പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ അതേക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഈ ചന്ദ്രൻ്റെ പ്രത്യേകത, നമ്മൾ നിരന്തരം ഈ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ തിരുമേനിമാർ ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്. തഥേവ ലഗ്നം സുദിനം തഥേവ താരാബലം ചന്ദ്രബലം തഥേവ വിദ്യാബലം ദൈവബലം തഥേവ ലക്ഷ്മി പദേ രംഘ്രിയുഗം സ്മരാമി. ഇതിൻ്റെ പ്രത്യേകത തഥേവ ലഗ്നം സുദിനം തഥേവ താരാബലം
ചന്ദ്രബലം തഥേവ. താരാബലവും ചന്ദ്രബലവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് വിദ്യാബലവും തദ്വാര ദൈവബലവും, അതായത് ഈശ്വരാധീനവും സിദ്ധിക്കൂ. അതിനായിട്ടാണ് ലക്ഷ്മീപതേ രംഘ്രിയുഗം സ്മരാമി, ലക്ഷ്മീപതിയായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നത്. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ താരാബലം, അതായത് നക്ഷത്രങ്ങളുടെ ബലം വേണം, ഒപ്പം ചന്ദ്രബലവും വേണം. അത് നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമാണ്. ഇതാണ് പ്രത്യേകത. ചന്ദ്രൻ്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചു. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ചന്ദ്രൻ്റെ സ്വാധീന വലയത്തിലാണെന്ന് അറിയുന്ന എത്ര പേരുണ്ട്? അതുകൂടി നമ്മളൊന്ന് തിരിച്ചറിയണം. അപ്പോൾ നമുക്കറിയാം, ഈ ആസ്മരോഗികൾക്ക് ഈ രോഗം മൂർച്ഛിക്കുന്നത് ഏത് സമയത്താണ്? വാവിനോടനുബന്ധമായിട്ടാണെന്നറിയാം. പശുക്കൾക്കൊക്കെ ഹീറ്റ് ഉണ്ടാവുന്നത് ഈ വാവിനോടനുബന്ധമായിട്ടാണ്. സമുദ്രത്തിൽ വേലിയേറ്റം വേലിയിറക്കമൊക്കെ ഉണ്ടാവുന്നത് ചന്ദ്രൻ്റെ ആകർഷണ വികർഷണങ്ങൾക്ക് വിധേയമായിട്ടാണെന്ന് നമുക്കറിയാം. അതുപോലെ സ്ത്രീകൾക്ക് ഋതുകാലമുണ്ടാവുന്നത് ചന്ദ്രമാസത്തിലൊരിക്കലാണ്, അതായത് 28 ദിവസത്തിലൊരിക്കലാണ്. സ്ത്രീകളുടെ പ്രസവകാലം തന്നെ 10 മാസം, അതായത് 10 ചന്ദ്രമാസമാണ്. അപ്പോൾ 28 × 10 = 280 ദിവസം. ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക, 280 ദിവസം പൂർത്തിയാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ 28 കെട്ട് നടത്തുന്നത്. അതിൻ്റെ രഹസ്യമാ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ആദ്യമായിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ സന്ദേശം പരമാവധി എല്ലാവരിലും ഈ ആശയം എത്തിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.